പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താടി വരുന്നേ. ഹലോ 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 സാറേ. ജയൻ എന്തായി ജയൻ? അയ്യോ സാറേ, ഞാൻ ഇവിടെ ഓരോ കണ്ടന്റിന് വേണ്ടി ഞാൻ തപ്പിക്കൊണ്ട് കിടക്കുവാ സാറേ. ഇതുവരെ കണ്ടന്റ് കിട്ടിയില്ലേ? എങ്ങനെയാ സാറേ, ഉള്ള കണ്ടന്റുകളെല്ലാം ഞാൻ സീരിയലിലോട്ട് എഴുതി തന്നിട്ടില്ലേ? ജയൻ, നിങ്ങളുടെ വീട്ടിന്റെ അടുത്തൊക്കെ ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ ജീവിതം എടുത്ത് കണ്ടന്റ് ആക്ക്. ഇതെന്ത് ഭർത്താവനാ സാറേ പറയുന്നത്? നമ്മുടെ വീട്ടിന്റെ അയൽവാസിയായ ശംഖു അണ്ണന്റെയും പുഷ്പ ചേച്ചിയുടെയും കണ്ടന്റ് ഞാൻ എടുത്ത് തന്നില്ലേ? ശംഖു പുഷ്പം എന്ന് പറഞ്ഞ് ആ സാറ് സീരിയൽ ആക്കിയില്ലേ? അതേപോലെ എനിക്ക് കണ്ടന്റിന് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ സാറേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പുതിയൊരു കണ്ടന്റ് വേണം, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ വെക്കുവേ. സാറ് സമാധാനമായിട്ട് നല്ലൊരു കണ്ടന്റ് കിട്ടുമോ ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ. ഓ, അന്വേഷിക്കാം. നല്ലൊരു കണ്ടന്റ് കിട്ടാൻ ഞാൻ എന്ത് ദൈവമേ, നല്ലൊരു കണ്ടന്റ് കിട്ടണേ ദൈവമേ, നല്ലൊരു കണ്ടന്റ് കിട്ടണേ. മനുഷ്യ എന്താന്നടി നിങ്ങൾ ഇവിടെ കഥ എഴുതുവാന്നോ അതോ മുട്ട ഇടുവാന്നോ? എടി, ഒരു കലാകാരന്റെ സൃഷ്ടിയാണ് ഇത്. ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവന്റെ കുഞ്ഞുങ്ങളാ. ഇതൊക്കെയോ? എന്റെ മക്കളെ, അച്ഛന്റെ കൂട്ടുകാരെ കടക്കാതെ പോയി കട്ടിലേ പോയി കട. നാണം കെടുത്തല്ലേ. എടി, ഞാൻ ഇവിടെ ഇന്നലെ എഴുതി വെച്ചിരുന്ന കുഞ്ഞമ്മയ്ക്ക് ഒരു അരങ്ങാണെന്ന് പറഞ്ഞ സീരിയലിന്റെ സെന്റർ പേജ് എവിടെ? ഇന്നലെ ഉച്ചയ്ക്ക് കാപ്പി തിളപ്പിച്ചത് നിങ്ങളുടെ കുഞ്ഞമ്മയുടെ അരഞ്ഞാണം ഇട്ടിട്ടായിരുന്നു. നീ ഈ അഹങ്കാരം കാണിക്കുന്ന ആരെ കണ്ടിട്ടാണെന്ന് എനിക്കറിയാം. എന്റെ അമ്മയുടെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നീ ഈ വീട്ടിൽ കിടന്ന് അഹങ്കാരം കാണിക്കുന്നത്. നിങ്ങളുടെ അമ്മ എന്റെ അമ്മായിയമ്മ. അതെ, നിങ്ങൾ സീരിയലിൽ തിരക്കഥ എഴുതുന്ന പോലത്തെ അമ്മായിയമ്മ അല്ല. എന്നെ ഇവിടെ മരുമോളായിട്ടല്ല, മോളായിട്ട് എന്നെ കൈക്കുമ്പിളി കൊണ്ട് നടക്കുവായിരുന്നു. അവരെ പറ്റി എന്തെങ്കിലും ഒരു അനാവശ്യം നിങ്ങൾ പറഞ്ഞ നിങ്ങളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. നീ എവിടെ പോകും? ഞാനും അമ്മയും കൂടി ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കും. അത് ലോജിക്കലി ശരിയാവും. അമ്മ മനസ്സ് മുറ്റത്തെ തുളസി എന്റെ ബിന്ദുമോളെ, അമ്മയുടെ ഈ പുതിയ ബ്ലൗസ് എങ്ങനെയുണ്ട്? എന്റെ അമ്മയെ അടിപൊളി ബ്ലൗസ് അമ്മ. ഇതും ഇട്ടോണ്ട് അമ്മ കല്യാണത്തിന് പോയാ കല്യാണ പെണ്ണ് അവിടെ ഓടിപ്പോ. അമ്മേ നാണം വന്നിട്ട് ചിരിച്ചതാ. പിന്നെ മോളെ, ഇതെന്തോ അമ്മയുടെ കയ്യില്? അല്ല, സൂചി ഇതേ, ഇതിന്റെ ഒരു ഹുക്ക് പോയി മോളെ, അതൊന്ന് വയ്ക്കണം. എന്റെ ദൈവമേ, അതെങ്ങാനും കൈ കൊണ്ട് കയറി കൈ സെപ്റ്റിക് ആയ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അമ്മേ. ഞാൻ ഇത് തൂത്ത് വാരിയിട്ട് അമ്മയ്ക്ക് ഞാൻ തഴിച്ചു തരാം. കൂടെ മാറ്റി എടുത്തു പോയി. എന്റെ ദൈവമേ, ഈ പെങ്കൊച്ച് എന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കില്ല. ഭയങ്കര സ്നേഹന്നേ. ചുന്ദരി പെണ്ണിന്റെ കാലൊന്ന് കാണിച്ചേ. എന്നാ കാലം എന്തുവാ? ആണി. അതാണോ ഞാൻ ചോദിച്ചത്? കാലെ വിരളിൽ എന്തോ അടിച്ചു വെച്ചേക്കുന്നേന്ന്. ദൈവമേ, ജനലടിക്കാൻ പറ്റുന്ന പെയിന്റ് നക്കത്തി നിങ്ങൾ അമ്മയെ കളിയാക്കൊന്നും വേണ്ട. അമ്മയുടെ കാലെ ക്യൂട്ടസ് ഇട്ടപ്പോ അത് ക്യൂട്ടസ്. ഐശ്വര്യ റായുടെ കാലിലിട്ട ഇത്രയും ഭംഗി വരുമോ? ഒന്ന് നോക്കിക്കേ. ഇന്ന് വൈകുന്നേരം നമുക്ക് രണ്ടുപേർ കൂടെ ബ്യൂട്ടി പാർലറിൽ പോണം. അയ്യോ, എന്തിനാ മോളെ ഈ വയസ്സാകാലത്ത് ഇനിയിപ്പോ ബ്യൂട്ടി പാർലറൊന്നും ഞാനില്ല. അമ്മയുടെ മുടി നിവർത്താന്ന്. അത് മുടിയാകാം, അല്ലാണ്ട് കാലം കൂടെ അല്ലാതെ നിർത്താനായിട്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി അമ്മയുടെ മുടി അങ്ങ് സ്ട്രെയിറ്റ് ചെയ്യിക്കാന്ന്. എടി, അതിന് നീ അമ്മയെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞു കവറിനകത്തൊക്കെ ആ തിരുപ്പം കൊണ്ടുപോയിട്ട് സ്ട്രേറ്റ് ചെയ്തുകൊണ്ട് വന്നാ പോരെ? അമ്മയുടെ മുടി തിരുപ്പനാണെന്ന് നിങ്ങൾക്കും എനിക്കും അമ്മയ്ക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അമ്മ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അമ്മേ. നമുക്ക് ഇന്ന് പോയിട്ട് ഒരു പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ അങ്ങ് ചെയ്യാം. അയ്യോ, തലയിലൊക്കെ എക്സലേറ്റർ വെച്ചേണ്ടി വലിയ പാടല്ലേ വെച്ചേ? എസ്കലേറ്റർ അല്ലമ്മേ, സ്ഥിരമായിട്ടും ഒരു മുടി അങ്ങ് വെക്കാവുന്ന തിരുപ്പൻ. അങ്ങനെയൊക്കെ പറയും. ഓക്കെ, എന്റെ മോള് പറഞ്ഞാ എന്തും ചെയ്യും ഞാൻ. കുറെ കാലമായിട്ട് ഞാൻ പറയുന്നില്ല അമ്മയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം എടുത്തു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു അവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലടി. ഞാൻ എടുത്തു കൊടുത്തു. ഇപ്പൊ അമ്മയ്ക്ക് എന്തോരം ഫോളോവേഴ്സ് ആണെന്ന് അറിയാമോ? ഇൻസ്റ്റയിലെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേമ്മേ. ദക്ഷാപാർവതി. എങ്ങനെ? ദക്ഷാപാർവതി. ദാക്ഷായണി, വീട്ടില് പാറക്കുട്ടി, ദക്ഷാപാർവതി. ഒരു രക്ഷയില്ല എന്റെ പൊന്നമ്മ. മനുഷ്യ ഒന്നിങ്ങി വന്നേ. അതെ, നമ്മൾ ഇവിടെ സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു. അമ്മയ്ക്ക് ഒരു തുണ വേണ്ടേ? അമ്മയ്ക്ക് കഴിഞ്ഞ ഓണത്തിനല്ലേ തുണി വാങ്ങിച്ചു കൊടുത്തത്? തുണിയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞേ? അമ്മയ്ക്ക് ഒരു കൂട്ട് വേണ്ടേ? ഒരു കല്യാണം കഴിപ്പിക്കണ്ടേ? ഞാൻ അറിഞ്ഞതിരിക്കട്ടെ, എന്റെ അമ്മയായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് പുറത്താണ്. ഒന്നുമില്ലമ്മ. അവളെ വായിന്നൊരു പൊട്ട വാക്ക് അമ്മയെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണമെന്ന്. ഞാൻ പറഞ്ഞ തെറ്റാന്ന് അമ്മ അങ്ങ് ക്ഷമിച്ചേരമ്മേ. എന്നടാ അതിനൊരു തെറ്റ്? നല്ല കാര്യമല്ലേ? ആ പിന്നെ ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തരെ വളച്ചുകൂട്ടി സെറ്റിൽമെന്റ് ചെയ്ത് വെച്ചേക്കുവാ. കണ്ണാപ്പി പോപ്സ്. എന്റെ സീരിയൽ എടുത്ത് ഈ വീടോട് അങ്ങ് മുടിഞ്ഞു പോവല്ലോ ഈശ്വര. എന്തുവാടി ഇങ്ങനെ വിഷമിക്കണേ? പിന്നെ എന്റെ അച്ഛന്റെ അണ്ട
എന്റെ ദൈവമേ, അയ്യോ. അവൾ അച്ഛൻ രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കരയണ എന്തിനമ്മ? എടാ പ്രാന്ത, അച്ഛൻ രണ്ടെന്നല്ല പറഞ്ഞേ, അല്ലേ? എന്നാ കൊച്ചിന്റെ അച്ഛന്റെ ആണ്ടാന്ന്. അയ്യോ, നാരായണൻ കൊച്ചേട്ടൻ എന്ത് സ്നേഹമായിരുന്നേ. അയ്യോ, ഇങ്ങോട്ട് കേറി വരുമ്പോ ആ പടിക്കെട്ടിന് താഴെ നിന്നൊരു ഒറ്റ വിളിയാ, പറു മോളെ മോളെ, പറു മോളെ മോളെ. ആ വിളി കേക്ക ദൈവമേ. എന്റെ അച്ഛനും ഇവിടത്തെ അച്ഛനും തമ്മിൽ എന്തോ ഒരു കൂട്ടായിരുന്നല്ലേ അമ്മേ? പിന്നെ എന്തൊരു അച്ഛനായിരുന്നു, എന്നാ സ്നേഹാർന്നു അറിയാമോ? എന്റെ കെട്ടിയോൻ ഞാൻ വരച്ച വരയിൽ നിൽക്കും. അങ്ങേര് റേഷൻ കടയിൽ പോയിട്ട് വന്നതാ, സീബ്ര ലൈനിന്റെ വര കണ്ടപ്പോ അവിടെ നിന്ന് പാട്ടിലോറി കേറിപ്പോയിടി. പുള്ളി വിചാരിച്ച ആ വര ഞാൻ വരച്ചു വച്ചേക്കുന്നതാണ്. എന്നാലും എനിക്കിപ്പോ വലിയ വിഷമമൊന്നുമില്ലമ്മേ. ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം മുഴുവൻ എനിക്ക് അമ്മ തരുന്നത് കൊണ്ട് എനിക്ക് അത് മതി. മതി മോളെ. നിനക്കത് മതിയല്ലേ? മതി. സന്തോഷമായല്ലേ? ഭർത്താവായ എനിക്ക് ഒരു ചായ ഇട്ടുണ്ടോ? എന്തോന്ന്? ഒരു ചായ ഇട്ടുകൊണ്ട് വരാൻ. അയ്യടാ, അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മതി. ഇവിടെ ആർക്കും ചായയും കാപ്പിയല്ല. ദേ, ഏ? അമ്മയ്ക്ക് ഞാൻ പോയി ബൂസ്റ്റ് ഇട്ട ചായ കലക്കിക്കൊണ്ട് വരട്ടെ. എടാ, അങ്ങനത്തെ പറ്റി ഒരു കാര്യം, നീ ആ ഒരു ചായ അവന് കൊടുക്ക. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്ത്? ഇരിക്കുന്ന കണ്ടില്ലയോ? ദേ, അമ്മയുടെ ആരോഗ്യം ഒന്ന് നോക്കിക്കേ, തടി കൂടി കൂടി വരുവാ. ഞാൻ പോയി ബൂസ്റ്റ് ഇട്ട ഒരു ചായ കലക്കിക്കൊണ്ട് വരട്ടെ അമ്മേ. മോളൊരു കാര്യം ചെയ്യും, മോള് ഇങ്ങോട്ട് വരണ്ട. ഇനിയിപ്പൊ അതും കൂടി പോകാൻ എന്റെ കൊച്ചു നടന്ന് എന്റെ കൊച്ചിന് പറ്റില്ലാണ്ടാവുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ, ഹലോ സാർ. ജയ കണ്ടന്റിന്റെ കാര്യം എന്തായി? സാറേ, ഞാൻ നോക്കിയിട്ട് ഒരു കണ്ടന്റും ഇല്ല. ഈ നാട്ടുകാർ അയൽവാസികളെല്ലാം ഞാൻ കണ്ടന്റ് തപ്പി പോകണം, കാരണം അവർ നാട് വിട്ടു പോയിക്കോ സാറേ. ഇവിടെ താൻ എന്തിനാ അയൽവാസി നോക്കുന്നത്? തന്റെ കുടുംബത്തെ കഥ പറഞ്ഞാ പോരെ? എന്റെ കുടുംബത്തിലാ? ആ, അത് ശരിയാണല്ലേ? ആ, എന്റെ വീട്ടിൽ തന്നെ കണ്ടന്റിന് പഞ്ഞം. സാറൊരു കാര്യം ചെയ്യും, ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ ക്ലിയർ ചെയ്തോ, ഞാൻ കണ്ടന്റും കൊണ്ട് നേരെ അങ്ങ് വന്നേക്കാം സാറേ. ഓക്കെ. ബൂസ്റ്റ് ഇട്ട ചായ എങ്ങനെ ഉണ്ടമ്മേ? കലങ്ങിയില്ല. കലങ്ങിയില്ല അമ്മായിയമ്മ, മോളെ ഞാൻ എന്ന് കലക്കും. ഇതിലപ്പുറം കണ്ടന്റ് എനിക്ക് വേറെ എവിടെ കിട്ടാ ഈശ്വര. പുതിയ ബ്ലൗസ് കിട്ടണ്ട കല്യാണത്തിന്. അയ്യോ, ഞാനിവിടെ വെച്ച എന്റെ ബ്ലൗസ് എന്തിടാ? എനിക്ക് ഷർട്ട് ഇടാൻ നേരമില്ല, പിന്നെ നമ്മുടെ ബ്ലൗസ് എടുത്തിടാൻ പോവാ. ഞാൻ കണ്ടില്ല. എന്നാലും ഞാനിത് ഇവിടെ വെച്ചത് ഇത് ഉഴുതുകൊണ്ടിരുന്ന കാളനെ കള്ളം കൊണ്ടുപോയി പറഞ്ഞ മാതിരിയായല്ലോ. എവിടെ വെച്ചതാ അമ്മ? ഞാനിത് മേശപ്പുറത്ത് വെച്ചതാന്ന്. ഇവിടെ വെച്ചിരുന്നാണോ? ആ, അയ്യ, ആ തുണിയാണോ അവളെടുത്ത് ആ വേസ്റ്റ് വെള്ളത്തിനകത്തിട്ടത്? ആര്? എന്റെ ഭാര്യ. നീ പോടാ, അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. അവൾ എന്റെ സ്വന്തം മരുമോളോ അവള്. ഞാനാണോ നിങ്ങളുടെ കുഞ്ഞ്? അതാണോ നിങ്ങളുടെ കുഞ്ഞ്? നീയാണ് എന്റെ മോൻ. എന്നെ വിശ്വാസം ഉണ്ടാ? വിശ്വാസമുണ്ട്. അമ്മേ, നിങ്ങൾ കല്യാണത്തിന് പോയി അങ്ങനെ വിലസണ്ടെന്നും പറഞ്ഞ് അവൾ ഈ വേസ്റ്റ് വെള്ളത്തിനകത്ത് നമ്മുടെ പുതിയ ബ്ലൗസ് എടുത്തിട്ട് അമ്മേ. എന്റെ ബ്ലൗസാ? എന്റെ ദൈവമേ, അയ്യോ, എന്റെ പുതിയ ബ്ലൗസ്. അയ്യോ ദൈവമോ, ദൈവമോ. അമ്മ ചോദിക്കണം. ചോദിക്കും, ഞാൻ ചോദിക്കും. എവിടെയാ അവള്? ബിന്ദു, എന്തോ അമ്മേ? നീ എന്നെ പരിപാടിയാണ് നീ കാണിച്ചേ? ഞാൻ എന്തോ കാണിച്ച്? മെനകെട്ട പരിപാടിയല്ലേ കാണിച്ചേ? ചായയിലും ബൂസ്റ്റ് ഇടുന്നത് മെനകെട്ട പരിപാടിയാണോ അമ്മേ? നീ ബൂസ്റ്റാണോ അതോ ഈസ്റ്റാണോ കലക്കി തന്നത്? എന്റെ ദൈവം, രാവിലെ ഞാനെങ്ങും പുളിച്ച് പൊങ്ങിക്കഴിഞ്ഞാ പുളിച്ച തെറി ഞാൻ പറയും. നീ എന്റെ പുതിയ ബ്ലൗസ് എന്തിനാണ് വെള്ളത്തിലിട്ടത്? അയ്യോ, ഞാൻ അമ്മയുടെ പുതിയ ബ്ലൗസ് വെള്ളത്തിൽ ഇട്ടിട്ടില്ല അമ്മേ. നീ വെള്ളത്തിലിടും, എനിക്കറിയാം. ഞാൻ 10 പേരുടെ മുമ്പിൽ നന്നായിട്ട് നടക്കണേന്റെ കുശുമ്പാണ് നിനക്ക്, കുശുമ്പ്. അമ്മ, എനിക്ക് എന്തിനാ അമ്മേ കുശുമ്പ്? എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിച്ചു തരത്തില്ലേ? നീ മുക്കണേലും മിടുക്കിയാണ്, മുക്കിച്ചി. എനിക്ക് മുക്കാനും ഒന്നും പറ്റത്തില്ല. ഞാൻ മുക്കിയിട്ടില്ല അമ്മേ. നിനക്ക് മുക്കാനും പറ്റിക്കാനും പറ്റത്തില്ലെന്നോ? എനിക്കറിയാടി നീ അത് ചെയ്യൂന്ന്. നീ മുക്കണേന്റെ മെയിലാണെന്ന്. നീയാണ് വെറും വൃത്തികെട്ട ജന്തു. വൃത്തികെട്ട ജന്തു. അമ്മായിയമ്മ മരുമകളെ വൃത്തികെട്ട ജന്തു എന്ന് വിളിച്ചപ്പോൾ മരുമകൾ ദേഷ്യപ്പെടുമോ അതോ സങ്കടപ്പെടുമോ? ഞാൻ നിങ്ങളുടെ ബ്ലൗസ് എടുത്ത് മുക്കിയെന്നോ? നിങ്ങൾ എവിടെ കണ്ടിട്ടാ ഇത് പറയുന്നേ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എടി, നീ മുക്കിയുടെ അതിന്റെ സകല തെളിവ് എന്റെ അടുത്തുനിന്ന് ധൈര്യം ഇങ്ങോട്ട് പാടി. നിങ്ങൾക്ക് ധൈര്യം ഇങ്ങോട്ട് വാങ്ങളവി. എന്റെ പട്ടി വരും. അമ്മ, സ്വർണ്ണം. കല്യാണത്തിന്റെ അന്ന് 3-ാം പക്കം എന്റെ മോനെ കൂടി സ്റ്റേഷനിൽ കയറ്റിയാളോ അവള്. ഇവിടെ ഒറ്റ ഒരുത്തി. ഞാനോ? ഞാൻ ഇട്ടോണ്ട് വന്ന എന്റെ ആഭരണങ്ങൾ മുഴുവൻ പണയം വെക്കാൻ നിങ്ങളുടെ മോനോട് ഞാൻ പറഞ്ഞോ? നീ ഇട്ടുകൊണ്ട് വന്ന ആഭരണങ്ങൾ മൊത്തം മുക്കുമുണ്ടാന്ന് ഞങ്ങൾ അറിഞ്ഞോ? ധൈര്യം കൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞല്ലേ? എന്റെ പട്ടി ഒരു നിന്റെ അച്ഛന്റെ കാര്യം. എന്റെ അച്ഛനെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എനിക്ക് ഗതി വരുമായിരുന്നു. എന്റെ അച്ഛൻ നേരത്തെ പോയതുകൊണ്ടല്ലയോ എനിക്ക് ഈ അവസ്ഥ വന്നത്. എന്റെ അച്ഛൻ അങ്ങനാടി നേരത്തെ പോയത് പറയടി. മനന്നൊന്ന് ആത്മഹത്യ ചെയ്തതല്ലയോ? ആത്മഹത്യ ചെയ്തത് ഇവരുടെ വീടിന്റെ അപ്പുറത്തെ ഷീലയുടെ കുളിമുറിയില്
ഓല മാറ്റി ഷീറ്റിട്ടേലും മനന്നുണ്ടല്ലേടി കിളവ കെട്ടി ചത്തത് അല്ലേടി? സഹോദരൻ എന്റെ സഹോദരൻ ഇപ്പൊ സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഇങ്ങനെ പൂ പറിക്കുന്ന പോലെ എടുത്തോണ്ട് പോയേനെ. ഇവന്റെ സഹോദരന്റെ സർവീസിനെ പറ്റി ഒന്നും പറയണ്ട. രോഗിനെ കൊണ്ടുപോയ ആംബുലൻസ് ഓവർ സ്പീഡാന്ന് പറഞ്ഞിട്ട് പെറ്റി അടിച്ചിട്ടല്ലേടി അവൻ ജോലി പോയി വീട്ടിൽ കയറിയിരിക്കുന്നത് അല്ലേടി? അല്ലേടി? എന്റെ നാട്ടിലെ പാട്ടല്ലേ, പിന്നെ ഞാൻ എന്തിനു പ്രതികരിക്കണം? യു കണ്ടിന്യൂ. ഇന്ന് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാന്ന് പറഞ്ഞപ്പം എന്റെ കൂടെ അണിഞ്ഞൊരുങ്ങി വരാൻ നിങ്ങൾക്ക് ഒരു മടിയില്ലായിരുന്നല്ലോ കളവി. എനിക്കറിയാടി നീ എന്നെ ബ്യൂട്ടി പാർലറിൽ വിളിക്കുന്നത്. എന്റെ മുഖത്ത് ചായ തേച്ച് കോക്കാം ബീച്ച് കാണിച്ച് ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുത്താനല്ലേ? എന്റെ ദൈവം, എന്റെ കൂടപ്പിറപ്പുകളെ ഞാൻ ബ്യൂട്ടീഷ്യനിൽ പോവാറില്ല. ഞാൻ ഇതുവരെ ബ്യൂട്ടീഷ്യനിൽ പോയി. എന്റെ കാരണന്മാർക്ക് നല്ല കോലം ഉണ്ടായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതുവരെ ബ്യൂട്ടീഷ്യൻ പോയിട്ടില്ല. ഇവളല്ലേ നാണം കെടുത്താൻ വേണ്ടി മാത്രം ചെയ്തത്. നിങ്ങൾ ഇനി കൂടുതൽ വർത്തമാനം എന്നെ കൊണ്ട് പറയിക്കരുത്. നട്ടല്ല അല്പം ഒടുങ്ങാത് കിടിലം കണ്ടല്ലേ എനിക്ക് കിട്ടിയത്. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. എന്ത്? ഇനി അമ്മായിയമ്മയും മരുമോളും കൂടെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ ഞാൻ ഈ വീട് കത്തിക്കും. എന്നിട്ട് വേണം നാട്ടുകാരെ കൊണ്ട് പറയാൻ വീട് കത്തിച്ച് കിഴങ്ങ് ചുട്ടി തിന്നൂന്ന്. കിഴങ്ങ നിങ്ങളുടെ തള്ളക്ക് പ്രാന്ത കൊണ്ടുപോയി വല്ല പ്രാന്താശുപത്രിയിലൂടെ. നിങ്ങളുടെ തള്ളക്ക് പ്രാന്ത കൊണ്ടുപോയി പ്രാന്താശുപത്രിയിലൂടെ. നിങ്ങളുടെ തള്ളക്ക് പ്രാന്ത കൊണ്ടുപോയി പ്രാന്താശുപത്രിയിലൂടെ. അങ്ങനെ പയ്യപ്പറ സ്പീഡിൽ പറഞ്ഞ് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. എനിക്കല്ലടി, നിനക്ക് നിന്റെ കുടുംബക്കാർക്ക് കൂടി പ്രാന്ത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമയെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? അതല്ലേ ഇവരൊക്കെ കുടുംബം എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ അറിയാമുള്ളതായിട്ടല്ല, ഞാൻ പറയുകയും ചെയ്യും. പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോ അത് തൂക്കും. അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞേനെ, അറിയാവോ? ഈ വീട്ടിനകത്തോട്ട് എന്റെ അച്ഛൻ കേറി വരുമ്പോ പറമോളേന്ന് വിളിച്ചോണ്ടല്ലേ വരുന്നേ. ഓ ദൈവമേ, എന്റെ ഉയിര് പോയി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതിനൊരു തീരുമാനം ഇപ്പൊ ഉണ്ടാക്കിക്കോണം. ദേ, നമുക്ക് ഇന്നേ വരെ ഒരു കുഞ്ഞിക്കാലി കാണാൻ പറ്റാത്തത് ഇവരൊറ്റ എടുത്തി വരണോ? ഇത്രയും നല്ല രണ്ട് കുഞ്ഞിക്കാലി ഇവിടെ ഉള്ളപ്പോ ഇവർക്കിനി എന്തിനാ വേറെ കാല്? എന്റെ നൈറ്റ് ഞാൻ ചിലപ്പോ പൊക്കും, ചിലപ്പോ താത്തും. അതെന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, സ്വന്തം കാര്യം നോക്കാൻ ത്രാണിയുള്ള ആനക്കുട്ടിയായിട്ടല്ലടാ ഞാൻ നിന്നെ. ആൺകുട്ടി എന്റെ ഈ വി പോയിട്ട് നോക്കുമ്പോ നീ ആനക്കുട്ടി തന്നെ. നിങ്ങൾ അറിയണം, നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കേറ്റട മാതിരിയാ ഞാൻ ചോറ് ഉരുട്ടി 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 ഇവന്റെ വായയിൽ തള്ളത്. അറിയാവാ, നീയുള്ള വീട്ടില് ഞാനിനി ഒരു നിമിഷം നിൽക്കൂട്ട. ഞാനും ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കത്തില്ല, പോകുക. അമ്മായിയമ്മയും പിണങ്ങിപ്പോകുന്നു, മരുമകളും പിണങ്ങിപ്പോകുന്നു. അപ്പോ വീട്ടിലുള്ള കാരണവന്മാർ കിഴങ്ങന്മാർ പട്ടിണിയാവും. അത് അനുവദിക്കാൻ പാടില്ല. അവരെ തടഞ്ഞേ പറ്റുള്ളൂ. മനമറിയുന്നോള് ഇവളാ കെട്ടോള്, മനമറിയുന്നോള് ഇവളാ കെട്ടോള്. കനവില് വന്നോള് നിൻ കരളായി പോന്നോള്, കനവില് വന്നോള് നിൻ കരളായി പോന്നോള്. പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള്, തനഹാ പെരുന്നാൾ ബാൻഡടി പോലെ പാട്ടുപെട്ടി പോ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള്. ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടി ഒട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം. ഞാൻ ഇവിടുന്ന് എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ എന്നോട് അവിടെ ഡ്യൂറ്റ് പാടണം. ഞാനിനി ഈ വീട്ടിൽ ഒരു നിമിഷം നിൽക്കൂല. ഞാൻ വല്ല പരിപാടിയിലും പോയി കിടന്നു. എന്റെ സ്റ്റാറ്റസ് കാണണ്ടേ? നിന്റെ സ്റ്റാറ്റസ് ഞാൻ എന്നും രാവിലെ നോക്കണ്ട്. എടാ, മനുഷ്യർക്ക് കാണാൻ കൊള്ളാവുന്ന വല്ല സ്റ്റാറ്റസ് എനിക്കൊരു നിലയും വിലയും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എടാ മോനെ, നിന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് അകത്ത് കിടന്നിട്ട് ഇടയ്ക്ക് ഞാൻ എടുത്ത് മടക്കിയതാ. കക്ഷത്തിൽ ഒതുങ്ങല്ലാതെ ഇതെവിടെ പോകുന്നു? ഞാനും പോകുന്നു. നീ എന്തോന്നിന്? എനിക്കും എന്റെ സ്റ്റാറ്റസ് നോക്കണം. അതിന് എന്റെ സൈഡിയുടെ പ്ലേറ്റ് പിടി. അതൊക്കെ പിടിച്ചേട്ടാ. കണ്ടാ ഇപ്പൊ എന്തെല്ലാം പണിയെടുക്കണം നോക്കി. കല്യാണത്തിന് മുമ്പ് ഒരു പൊരിച്ച മീൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മറിച്ചിടാൻ മടിയായിട്ട് അതിന്റെ ഒരു സൈഡ് മാത്രം പിച്ചി പറിച്ച് തിന്നണ പ്രാന്തൻ. കണ്ടോ എന്തെല്ലാം പണിയെടുക്കണം നോക്ക്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കത്തില്ല. നിൽക്കില്ല, ഞാൻ പോവും. രണ്ടുപേരും പോകുമല്ലേ? ഞാൻ രണ്ടുപേരും പോവും. എനിക്കൊരു കാര്യം പറയാം. എന്നത്? എന്റെ സീരിയൽ കൊണ്ടാണല്ലോ ഈ വീട് പോഞ്ഞു പോകുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ കത്തിച്ച് നമ്മള് കഞ്ഞി വെക്കണത്. അതല്ലേ പിന്നെ പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞു എന്റെ സീരിയൽ എടുത്ത് കൊള്ളത്തില്ല, നല്ലൊരു കണ്ടന്റ് വന്നില്ലെങ്കിൽ എന്നെ തൂക്കി മാറ്റി വേറെ ആളെ വെക്കുമെന്ന്. അങ്ങനെ നല്ലൊരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി അമ്മ പുതിയ ബ്ലൗസ് എടുത്ത് അഴുക്ക വെള്ളത്തിൽ മുക്കി വെച്ച ഞാൻ. എങ്ങനെ ഉണ്ട് അമ്മ എന്റെ പ്രാങ്ക്? ഇത് പ്രാങ്ക് അല്ല, നിനക്ക് മതിച്ച കണ്ടാടി അമ്മ എന്നെ അടിച്ചത്. എന്തോ ചെയ്യുമായിരുന്നു കണ്ടന്റ്
എന്റെ കണ്ടന്റ്. പരിപാടി പോലെ നമുക്ക് പോടി. നമുക്ക് പോയേക്കാം. അല്ല ഹലോ, ഏ അങ്ങനെ അങ്ങ് പോയാലാ? ഇത് ഇത് ക്ലൈമാക്സ് പറഞ്ഞിട്ട് പോയാ മതി. എടാ പ്രാന്ത, ഓ, അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ലോകത്തിൽ എവിടെയെങ്കിലും ക്ലൈമാക്സ് ഉണ്ടോ? ഇല്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.